നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സ്പോർട് ന്യൂസിലേക്ക്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നാടകീയ രംഗങ്ങളാണ് കേരളത്തിൽ ഇന്നും അരങ്ങേറുന്നത്. ആചാര ലംഘനത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ഭക്തർക്ക് നേരെ CPM അക്രമം. തിരുവനന്തപുരത്ത് BJP RSS പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ അക്രമമുണ്ടായി. വെള്ളനാട് ഖൺ കാര്യവാഹ് പനക്കോട് വിഷ്ണുവിന്റെ വീടിന് നേരെ CPM ബോംബെറിഞ്ഞു. നെയർഡാം നിരപ്പുകാലയിൽ RSS പ്രവർത്തകൻ ഷിബുവിന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞ CPM പ്രവർത്തകർ ജനൽ ചില്ലുകളും വാതിലും കാറും ബൈക്കും കമ്പിപ്പാരക്കടിച്ചും കല്ലെറിഞ്ഞും തകർത്തു. ഷിബുവിന്റെ രോഗശയ്യയിൽ കിടക്കുന്ന അച്ഛൻ തലനാടിലേക്കാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. 6ഓളം ബൈക്കിലെത്തിയ 12 അംഗ DYFI CPM പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നാണ് വീട്ടുകാർ പറയുന്നത്. മഞ്ചേശ്വരം താലൂക്കിൽ പോപ്പുലർ ഫ്രണ്ട് ആക്രമണം വ്യാപകമാണ്. 4 സ്വാമിമാർ ഉൾപ്പെടെ 9 പേർക്ക് വെട്ടേറ്റു. സ്ഥലത്ത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരാൾക്കും വെട്ടേറ്റിട്ടുണ്ട്. സാരമായി പരിക്കേറ്റ ഇവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് പോവുകയായിരുന്ന സ്വാമിമാരുടെ 3 വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു. കുഞ്ചത്തൂരിൽ ഒരു കടയും തീവച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ശബരിമല സന്ദർശനത്തിനായി എത്തിയ ട്രാൻസ്ജെൻഡർ ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങി. തമിഴ്നാട് തേനി സ്വദേശി കയലാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം തിരികെ പോയത്. ഇവർ സാരി ഉടുത്താണ് ആദ്യം എത്തിയത്. എന്നാൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം വസ്ത്രം മാറി പുരുഷവേഷത്തിൽ സന്നിധാനത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങവെയാണ് ഇതര സംസ്ഥാനക്കാരായ അയ്യപ്പ ഭക്തർ നാമജപവുമായി പ്രതിഷേധിച്ചത്. തുടർന്ന് പമ്പ ഗാർഡ് റൂമിൽ എത്തിച്ച ഇവരെ പോലീസ് മടക്കി അയക്കുകയായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും കഴിഞ്ഞ 18 വർഷമായി താൻ അയ്യപ്പനെ ദർശിക്കാൻ എത്താറുണ്ടെന്നും കയൽ വ്യക്തമാക്കി. ശബരിമല സന്ദർശനത്തിനെത്തിയ ശ്രീലങ്കൻ സ്വദേശിനിയായ യുവതി ദർശനം നടത്തിയിട്ടില്ലെന്ന നിലപാടുമായി ഭർത്താവും രംഗത്തെത്തി. നേരത്തെ ശ്രീലങ്കൻ യുവതി പ്രവേശിച്ചെന്ന വാർത്തകൾ വന്നിരുന്നു. ദർശനം നടത്തിയെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ശ്രീലങ്കൻ സ്വദേശിനി ശശികല ദർശനം നടത്താതെ മടങ്ങിയെന്ന് ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്. മരക്കൂട്ടം വരെ എത്തിയ യുവതിയുടെ ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇതോടെ മല കയറാനുള്ള നീക്കം യുവതി ഉപേക്ഷിക്കുകയായിരുന്നു. ഇവർക്ക് സംരക്ഷണം നൽകിയത് മഫ്തിയിലുള്ള പോലീസുകാരായിരുന്നു. എന്നാൽ ചാനൽ സംഘത്തെ കണ്ടതോടെ പോലീസുകാർ മാറിക്കളഞ്ഞു. പന്തളത്ത് കല്ലേറിൽ മരിച്ച ശബരിമല കർമ്മസമിതി പ്രവർത്തകൻ ചന്ദ്രൻ ഉണ്ണിത്താന്റെ സംസ്കാരവും ഇന്നാണ് നടക്കുന്നത്. രാവിലെ കർമ്മസമിതി പ്രവർത്തകർ മൃതദേഹം ഏറ്റുവാങ്ങി. പന്തളം ടൗണിൽ പൊതുദർശനം തുടങ്ങി. കുരമ്പാലയിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം. നേരത്തെ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയോട്ടിക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്നും ഇതാകാം മരണകാരണമെന്നാണ് പറയുന്നത്. തലയ്ക്ക് പിന്നിലും മുന്നിലും ഏറ്റ ക്ഷതങ്ങൾ മരണകാരണമായേക്കാമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ആളാണ് പന്തളം സ്വദേശി ചന്ദ്രൻ ഉണ്ണിത്താൻ. എന്നാൽ ഉണ്ണിത്താൻ മരിച്ചത് ഹൃദയസ്തംഭനം മൂലമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഹൃദയസ്തംഭനം ഉണ്ടായതിന് കാരണം കല്ലേറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. പന്തളത്ത് നടന്ന കല്ലേറിലാണ് ചന്ദ്രൻ ഉണ്ണിത്താന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ 2 CPM പ്രവർത്തകർ പിടിയിലായിട്ടുണ്ട്. തലയിൽ ഗുരുതര പരിക്കേറ്റ ചന്ദ്രൻ ഉണ്ണിത്താനെ ആദ്യം പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് രക്തസ്രാവം കൂടിയതിനെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും വലിയ ഗൗരവത്തോടുകൂടി കേരളം ഈ വിഷയങ്ങളെല്ലാം കാണുകയാണ്. ട്രാൻസ്ജെൻഡർ ഇന്ന് ശബരിമലയിൽ ദർശനത്തിനെത്തിയെങ്കിലും ദർശനം നടത്താനാകാതെ മടങ്ങി. ശ്രീലങ്കൻ യുവതി 47 വയസ്സുള്ള യുവതി ശബരിമലയിൽ എത്തിയെങ്കിലും ഭക്തരുടെ നാമജപത്തെയും പ്രതിഷേധത്തെയും തുടർന്ന് മടങ്ങേണ്ടി വന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്രമങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളുടെ തുടർച്ചയായി ഇന്നും അക്രമം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നെടുമങ്ങാടും മലയൻകീഴും അടക്കം വൻ രീതിയിലുള്ള ആക്രമണമാണ് CPM പ്രവർത്തകരടക്കം അഴിച്ചുവിട്ടത്. ഇന്ന് സ്ഥിതി ശാന്തമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെയും അയ്യപ്പ ഭക്തർക്ക് മർദ്ദനമേൽക്കുന്നു, വെട്ടേൽക്കുന്നു. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർക്കടക്കം വലിയ പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഏതായാലും വളരെ ഗൗരവത്തോടെ കേരളം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം.